സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണിക്കുകയാണ് തത്സമയം. ITU അങ്ങനെയുള്ള എല്ലാ യൂണിയനെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് മിനിസ്റ്ററും ലേബർ മിനിസ്റ്ററും അതിനകത്ത് പ്രസന്റ് ആയിരുന്നു. അതേപോലെ കുറച്ച് ഹോസ്പിറ്റൽ റെപ്രസെൻറ്റേറ്റീവ്സും നമ്മുടെ ഹോസ്പിറ്റലിലെ HR മാനേജേഴ്സും അവരുടെ 6-7 മണിക്കൂറുള്ള ചൂടായിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞിട്ടും ഒരു 56% വരെ പേ ഹൈക്ക് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം വന്നു. ആ തീരുമാനം വന്നിട്ടും യൂണിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യാതെ, എസ്പെഷ്യലി 2 യൂണിയൻ UNA ആൻഡ് INA അത് അക്സെപ്റ്റ് ചെയ്യാതെ നേരെ പിറ്റെന്നുള്ള 11-ാം തീയതിക്ക് തീരുമാനിച്ചിരുന്ന ഒരു ടോക്കൺ സ്ട്രൈക്കിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഈ ടോക്കൺ സ്ട്രൈക്ക് തന്നെ ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്ന ഹോസ്പിറ്റൽ ഈ ടോക്കൺ സ്ട്രൈക്ക് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഷേക്കണായിപ്പോയി. കാര്യം വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നഴ്സസേ പോകുള്ളൂ എന്നെല്ലാം വിചാരിച്ചു. പക്ഷേ മെജോറിറ്റി ഓഫ് ദ നഴ്സസ് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓപ്പറേഷൻസിനെല്ലാം വലിയ കുഴപ്പമാണ്. പക്ഷേ പല നഴ്സിംഗ് അസിസ്റ്റൻറ്റും ഡോക്ടർമാരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ബാക്കിയുള്ള നഴ്സിംഗ് സ്റ്റുഡൻസ് ഉള്ള നഴ്സിംഗ് കോളേജുള്ളടുത്ത് അവരുടെ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാം കൂടെ ഒരു വിധത്തിൽ, പിന്നെ കുറച്ച് നഴ്സസ് വന്നു, ശരിയാണ്, പിന്നെ നൈറ്റ് ഡ്യൂട്ടിയിൽ തിരിച്ചു വന്നു. അതെല്ലാം കാരണം ഞങ്ങൾ മാനേജ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതോറിറ്റീസിൻ്റെ അടുത്തും IRC അടുത്തും എല്ലാം പറഞ്ഞു, ഈ ഹൈക്ക്, ഈ 56% എന്നുള്ള ഹൈക്ക് വളരെ വളരെ സ്റ്റീപ്പാണ്. ഈ ഹോസ്പിറ്റൽസിന് ഒന്നും അത് ബെയർ ചെയ്യാൻ പറ്റില്ല. മിഡിൽ സൈസ് ഹോസ്പിറ്റൽസിന് പ്രത്യേകിച്ചിട്ടും അത് സഹിക്കാൻ പറ്റില്ല, ബേർഡനാണ്. അതുകൊണ്ട് എന്നാലും ഞങ്ങൾ സമ്മതിക്കാം, പക്ഷെ ഇനി കൂടുതൽ സ്ട്രൈക്ക് ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അതനുസരിച്ചിട്ട് ആക്ച്വലി ഞങ്ങൾ ഒരു പ്രസന്റെല്ലാം കൊടുത്തു. ഈ നഴ്സിംഗ് യൂണിയൻസ് സ്ട്രൈക്കിന് പോകരുതെന്നുള്ള ഒരു പ്രസന്റെല്ലാമായിട്ട് അതെന്നാ കൊടുത്തതെന്നറിയില്ല. പ്രസ് റിലീസ് 12-ാം തീയതിയോ 13-ാം തീയതിയോ കൊടുത്തു. അതെല്ലാം നിങ്ങൾ പല പ്രസ്സുകളും പബ്ലിഷ് ചെയ്തു. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഓരോ ഹോസ്പിറ്റലിലും അവിടുത്തെ ഓണേഴ്സും മാനേജേഴ്സും അവരുടെ നഴ്സിംഗ് യൂണിയനുമായിട്ടും അവരുടെ ഉള്ള ആളുകളുമായിട്ടും എല്ലാം ഡിസ്കസ് ചെയ്തു. ഈ പബ്ലിക്കിന് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഡെങ്കിയും മരണവും ICCയും എല്ലാം ഫുള്ളായിരിക്കുന്ന ഈ സമയത്ത് ഒരിക്കലും അത് ചെയ്യരുത് എന്നുള്ളൊരു ആഹ്വാനത്തോടുകൂടി പലപ്പോഴും മീറ്റ് ചെയ്തു. പക്ഷെ എന്നിട്ടും ഇന്നലെയും ഞാൻ കിംസ് ഹോസ്പിറ്റലിൽ വലിയ ഒരു 350 നഴ്സസുമായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. ഇതെല്ലാമായിട്ടും പിന്നെ അവർ 17-ാം തീയതി നഴ്സിംഗ് സ്ട്രൈക്കിന് പോകാനായിട്ട് തീരുമാനിച്ച ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്യാനും ഒരു തീരുമാനം എടുക്കാനും ഇടയായത്. അപ്പോൾ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ, നഴ്സസിന്റെ ഈ കോസിൽ ഒരു പരിധി വരെ നമ്മൾ വളരെ സിമ്പത്തറ്റിക്കാണ്. അത് വളരെ ക്ലിയറാക്കി പറയണം. അപ്പോൾ ഒരു ലിമിറ്റ് വരെ ഈ 56% എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് അതിന്റെ കുറച്ച് താഴോട്ട് കൊണ്ടുവന്നാൽ കൊള്ളാവുന്നവരുമുണ്ട്. പക്ഷെ ഈ ഒരു സ്ട്രൈക്കിന് പോവുകയാണെങ്കിൽ അത് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അതിനേക്കാളും ഹോസ്പിറ്റൽസിനും എല്ലാവർക്കും വരുന്ന ലോസ് തന്നെ വളരെ കൂടുതലായിരിക്കും. പക്ഷെ എന്നാലും ഞങ്ങൾ സിമ്പത്തറ്റിക്കാണ്. രണ്ടാമത്തത്, ഹെൽത്ത് കെയർ കോസ്റ്റ് ഇതിനേക്കാളും കൂടുകയോ അല്ല ഇത് തന്നെയോ വന്നാൽ തന്നെയും പബ്ലിക്കിന് ഭയങ്കരമായിട്ട് ഹെൽത്ത് കെയർ കോസ്റ്റ് കൂടും. മൂന്നാമത്തത്, ഇവർ സ്ട്രൈക്കിന് പോയാൽ ഇപ്പോൾ ഈ ഡെങ്കിയും എല്ലാം വരുന്ന കേസസ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള എമർജൻസിയും എല്ലാം കുറച്ച് എമർജൻസീസ് എല്ലാമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫംഗ്ഷനേ നടക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ പബ്ലിക്കിന് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് പബ്ലിക്കിന് അവയർനെസ് ആക്കാനും മീഡിയ അവയർനെസ് ആക്കാനും ഉള്ള ഒരു അവസരമായിട്ട് ഈ നഴ്സിംഗ് യൂണിയൻ്റെ അടുത്ത് വളരെ ഓപ്പണായിട്ട് ഇതൊരു എസെൻഷ്യൽ സർവീസാണ്, നമ്മൾ സ്ട്രൈക്കിന് പോകാൻ പാടില്ല, ഫർദർ ഡിസ്കഷൻസ് വഴി പരിഹരിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഒരു ബോധം ഉണ്ടാക്കാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രസ് കോൺഫറൻസ്. റൈറ്റ്.
അപ്പോൾ ഈ 17-ാം തീയതി സ്ട്രൈക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡിസ്കഷൻ. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സർവീസസ് ചെയ്യാൻ പറ്റും. അതായത് നഴ്സിംഗ് ഇൻവോൾവ് ചെയ്യാത്ത എല്ലായിടത്തും നടത്താൻ പറ്റും. നഴ്സിംഗ് ഇൻവോൾവ് ചെയ്ത എടുത്ത് ഞങ്ങൾ ഒരു 10% മുതൽ 20% നഴ്സസ് മാത്രമേ ആശുപത്രിയിൽ 17-ാം തീയതി മുതൽ വരുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. ഞങ്ങൾക്കറിയില്ല ആരെല്ലാമാണ് മെമ്പേഴ്സ്, ആരെല്ലാമാണ് മെമ്പേഴ്സ് എന്ന് അറിയില്ലാത്തത് കൊണ്ട് എല്ലാവരും ഞങ്ങളുടെ നഴ്സിംഗ് മാനേജേഴ്സ് എല്ലാം പറയുന്നത് 70 to 80% പീപ്പിൾ ഇതിൽ മെമ്പേഴ്സാണ്. അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സർവീസസേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എമർജൻസി റൂം സർവീസസ് നടത്തും. OP ലിമിറ്റഡ് ആയിട്ട് നടത്താൻ പറ്റും. ബാക്കിയുള്ള ICUവും എല്ലാം മിക്കതും പുതിയ പേഷ്യൻസിനെ എടുക്കാൻ പറ്റാതെ വരും. കാര്യം വെച്ചാൽ പുതിയ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അതിന് 1-to-1 നഴ്സിങ്ങും അല്ലെങ്കിൽ വെന്റിലേറ്റ് ചെയ്യേണ്ടി വന്നാൽ അതിനുള്ള നഴ്സിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എടുത്ത് കുഴപ്പമുണ്ടാക്കുന്നത് വളരെ വളരെ ഒരു പ്രശ്നമായിട്ട് തന്നെ വരും. ആക്ച്വലി ഒരു പ്രത്യേക കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനകത്ത് പലപ്പോഴും അവർ വിളിക്കുകയും CM-ന്റെ ഒരുപാട് ഞങ്ങൾ പോയി മീറ്റ് ചെയ്തതിന് ശേഷം വളരെ നല്ല വിധത്തിൽ റെസ്പോണ്ട് ചെയ്തതിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് അതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ലേബർ മിനിസ്റ്റർ ഓൾറെഡി ഇൻവോൾവ് ആയിരുന്നു, ഹെൽത്ത് മിനിസ്റ്റർ ഇൻവോൾവ് ആയിരുന്നു. ഞങ്ങൾ പോയി പറഞ്ഞത് വളരെ പേഷ്യൻറ്റോട് കേട്ടു. അവർക്ക് പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു എസെൻഷ്യൽ സർവീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് ഇതുവരെയ്ക്കും ഞങ്ങൾ പറഞ്ഞിട്ട് അവർ മേ ബി അവർ നോക്കുന്നുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ ജനറലായിട്ട് ഞാൻ ഐ വിൽ കൺക്ലൂഡ്. ഐ എം ഷുവർ മാത്തണ്ണപ്പിള്ള ക്യാൻ ആഡ് മെനി തിങ്സ് ഓൺ ദാറ്റ്. ഈ സന്ദർഭത്തിൽ എപ്പിഡമിക് ക്രൈസിസും പിന്നെ വൈറൽ ഫീവറും ആൻഡ് അക്യൂട്ട് എമർജൻസീസും വെക്കേഷൻ ടൈം എല്ലാം വെളിയിൽ നിന്നുള്ള ഒരുപാട് പേഷ്യൻസ് വരുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് അവോയ്ഡ് ചെയ്യുകയാണ് പബ്ലിക്കിനും എല്ലാവർക്കും നല്ലത്. അപ്പോൾ ഇതിന് ഒരു പബ്ലിക്കും മനസ്സിലാക്കണം ദാറ്റ് ഒരു ഹോസ്പിറ്റലും ഒരിക്കലും ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കത്തില്ല. അപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇല്ല, എൻ്റെ പ്രശ്നമില്ല, പക്ഷേ പാർഷ്യലി മാത്രമേ ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വിവരം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അപ്പോൾ പല വിധത്തിലും ഇപ്പോൾ തന്നെ എമർജൻസി റൂമെല്ലാം പലപ്പോഴും ആളുകൾക്ക് കയറാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ പല ഹോസ്പിറ്റലിലും അടച്ചിടുകയാണ്. അപ്പോൾ ഇത് നഴ്സസും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കേസസേ എടുക്കാൻ പറ്റുള്ളൂ. ഹാർട്ടിന്റെ കാർഡിയാക് കത്തീഡ്രൽ കാത്ത് ലാബിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സാധാരണയുള്ള ഹാർട്ട് അറ്റാക്ക് കിടത്തി ICU കിടത്തി മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതുവരെ ഉള്ള ബുദ്ധിമുട്ടുകൾ വരും. ഡയാലിസിസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കഴിച്ചാൽ ഡയാലിസിസ് ഓൾസോ വളരെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പിന്നെ എമർജൻസി സർവീസാണ്. അത് ടെക്നീഷ്യൻസ് കൊണ്ട് ചെയ്യാൻ പറ്റും. കാത്ത് ലാബിലും ടെക്നീഷ്യൻസ് ഉണ്ട്, പക്ഷേ നഴ്സിംഗ് ഹെൽപ്പ് വേണം. അതും വളരെ സ്പെഷ്യലൈസ്ഡ് നഴ്സിംഗ് ഹെൽപ്പ് വേണം. ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി ഓപ്പറേഷൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. റെഗുലർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റില്ല. ലേബർ ആൻഡ് ഡെലിവറിയിൽ സ്ത്രീകളെ പ്രസവിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് അത് പിന്നെ പ്രസവം വന്നാൽ എടുക്കുന്നതായിരിക്കും. അതിന് ഡോക്ടേഴ്സും അവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സും എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. വന്ന് പിന്നെ ഡെലിവറി അവരവിടെ തന്നെ നിന്ന്. അപ്പോൾ പല വിധത്തിലുള്ള കണ്ടിൻജൻസി മെഷേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പബ്ലിക്കിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സമരം നടത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയത്. ഏതായാലും ആശുപത്രി അടച്ചിടുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് പോവാതെ പ്രവർത്തനം ഭാഗികമായി പരിമിതപ്പെടുത്തുക എന്ന തീരുമാനത്തിലാണ് മാനേജ്മെന്റ് എത്തി നിൽക്കുന്നത്. കൊച്ചിയിൽ നടി ആക്രമണത്തിനിരയായ സംഭവത്തിൽ നടി കാവ്യയും അമ്മ ശ്യാമളയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായാണ് വിവരം. കാവ്യമാധവനെയും അമ്മ ശ്യാമളയെയും ഇന്ന് രാവിലെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ചോദ്യം ചെയ്തത്. 3.5 മണിക്കൂറോളം അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനാൽ
അന്വേഷണ സംഘത്തിൽ തന്നെയുള്ള വനിതാ പോലീസ് അടക്കമുള്ള മറ്റൊരു വിഭാഗമാണ് കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചത്. എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ കൂടാതെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെയും കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചതാണ് വിവരം. ദിലീപിന്റെ കസ്റ്റഡി കാലാവധി തീർന്ന് നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കേണ്ടതിനാൽ കാവ്യയുടെയും ദിലീപിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യം തിരിച്ചറിയുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശ്യം. ചോദ്യം ചെയ്യൽ വേളയിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം. കാവ്യ മാധവന്റെ ഒരു അടുത്ത ബന്ധുവിനോട് അടുത്ത ദിവസം ഹാജരാകുവാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാവ്യയുടെയും അമ്മയുടെയും മൊഴികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തതിനു ശേഷം അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ഡെസ്ക്. നടൻ ദിലീപുമായുണ്ടായിരുന്ന ചില ഭൂമി ഇടപാടുകളാണ് തനിക്കെതിരായ അതിക്രമത്തിന് കാരണമായതെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് ആക്രമിക്കപ്പെട്ട നടി രംഗത്ത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടനുമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള ഭൂമി ഇടപാടുകളുമില്ലെന്ന് നടി വ്യക്തമാക്കി. ഇത്തരമൊരു വാർത്ത പ്രചരിക്കുന്നത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിലും അതിൽ വാസ്തവമില്ലാത്തതിനാൽ വാർത്ത സ്വയം ഇല്ലാതാകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോഴും വാർത്ത പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണമെന്നും നടി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ദിലീപ് അറസ്റ്റിലായതിനു ശേഷം ആദ്യമായാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ പ്രതികരണം വരുന്നത്. തന്നെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടനുമായി തനിക്ക് യാതൊരു പണം ഇടപാടുകളുമില്ലെന്ന് നടി പറയുന്നു. മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിലൂടെയാണ് നടി ഇക്കാര്യം പറഞ്ഞത്. പോലീസിനോട് ഒരാളുടെ പേര് പോലും താൻ പറഞ്ഞിട്ടില്ലെന്നും ചാനലിൽ വന്നിരുന്ന് വിശദീകരിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഇത്തരമൊരു കുറിപ്പ് പുറത്തിറക്കുന്നതെന്നും നടി പറഞ്ഞു. ഈ വിഷയത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ താൻ പോസ്റ്റ് ചെയ്തതല്ലെന്നും തനിക്ക് ട്വിറ്റർ, ഫേസ്ബുക്ക് അക്കൌണ്ടുകളില്ലെന്നും നടി പറഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ മറ്റുള്ളവരെ പോലെ ഞാനും ഞെട്ടലോടെയാണ് കാണുന്നത്. ഫെബ്രുവരി 17 നടന്ന സംഭവത്തിന്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. അന്ന് നടന്ന സംഭവങ്ങൾ എല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഞാനും നടനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. എന്നാൽ പിന്നീട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആ സൗഹൃദം ഇല്ലാതാകുകയും ചെയ്തു. ആ വ്യക്തിയുടെ അറസ്റ്റുമായുള്ള വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴും തെളിവുകളെല്ലാം ആ വ്യക്തിക്ക് എതിരാണെന്നാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അറിയാൻ കഴിഞ്ഞത്. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് വ്യക്തി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പുറത്തുവരണമെന്ന് താനും ആഗ്രഹിക്കുന്നുവെന്നും നടി പറഞ്ഞു. ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തെളിയട്ടെയെന്നും നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും നടി വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്നും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നും ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കുന്നുവെന്നും പ്രാർത്ഥിക്കുന്നുവെന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടാണ് നടി വാർത്താക്കുറിപ്പ് അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. കൊച്ചിയിൽ ആക്രമണത്തിനിരയായ നടിയുടെ പേര് ഫേസ്ബുക്കിലൂടെ പരാമർശിച്ച സംഭവത്തിൽ പോലീസ് നടൻ അജു വർഗീസിന്റെ മൊഴിയെടുത്തു. സംഭവത്തിൽ അജുവിന്റെ ഫോൺ പിടിച്ചെടുത്തു. വിശദമായ പരിശോധനയ്ക്കായി ഫോൺ ഫോറൻസിക് വിദഗ്ധർക്ക് കൈമാറും. അതേസമയം കുറ്റകൃത്യം ബോധ്യപ്പെട്ടാൽ അജുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് പരാമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട കേസിൽ കളമശ്ശേരി പോലീസാണ് അജുവിനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചത്. സിഐയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുക്കൽ. മൊഴിയെടുക്കലിൽ അജു കുറ്റം സമ്മതിച്ചു. മൊബൈൽ ഫോണിൽ നിന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതെന്നും അജു പോലീസിനോട് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് അജുവിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കുറ്റകൃത്യം ബോധ്യപ്പെട്ടാൽ അജുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമുക്ക് ഹാജരാക്കി തന്നിട്ടുണ്ട്. അത് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ചെയ്തതിലുള്ള മെറ്റീരിയൽ ഒബ്ജക്റ്റ് നമ്മൾ റിട്രീവ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അതെടുത്തതിന് ശേഷം അറസ്റ്റ് അതുപോലുള്ള നടപടികൾ കാണിച്ചു. ദിലീപ് നിരപരാധിയാണെന്ന് കരുതിയാണ് പോസ്റ്റ് ഇട്ടതെന്നും നടിയുടെ പേര് പരാമർശിക്കുന്നത് കുറ്റകരമാണെന്ന് അറിയില്ലായിരുന്നെന്നും അജു പോലീസിനോട് പറഞ്ഞു. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയെന്നും വിഷയത്തിൽ താൻ നേരത്തെ തന്നെ ഖേദം പ്രകടിപ്പിച്ചിരുന്നുവെന്നും അജു മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നെ വിളിപ്പിച്ചത് മൊഴിയെടുക്കാനാണ്. അന്ന് ഞാൻ ആ പേര് ഉപയോഗിച്ചതാണ്. അതിന് നമ്മൾ തന്നെയാണ് അന്ന് ഞാൻ ഒരു തിരുത്ത് അറിയിച്ചു, ഫേസ്ബുക്കിൽ അറിയിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും പ്രൊസീഡിങ്സ് അവർ അപ്ഡേറ്റ് ചെയ്യും. കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവിന്റെ പരാതിയിലാണ് അജുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. IPC 228A പ്രകാരമുള്ള കുറ്റങ്ങളാണ് അജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കുറ്റം തെളിഞ്ഞാൽ 2 വർഷം വരെ ശിക്ഷ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചന കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ദിലീപിനെ തൃശൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ദിലീപും പൾസർ സുനിയും കൂടിക്കാഴ്ച നടത്തിയ കിണറ്റിങ്കൽ ടെന്നീസ് ക്ലബ്, ജോയ്സ് പാലസ് ഹോട്ടൽ, ഗരുഡ ഹോട്ടൽ എന്നിവിടങ്ങളിലാണ് ദിലീപിനെ എത്തിച്ചത്. വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ കനത്ത പോലീസ് കാവലിലാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്.
തൊടുപുഴയിലും കൊച്ചിയിലുമായി പൂർത്തിയാക്കിയ തെളിവെടുപ്പുകൾക്ക് ശേഷം കേസിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിലീപിനെ തൃശൂരിലെത്തിച്ചത്. റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്ന ജോയിസ് പാലസ് ഹോട്ടൽ, കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്ബ് എന്നിവയ്ക്ക് പുറമെ ഗരുഡ ഹോട്ടലിലും തെളിവെടുപ്പ് നടന്നു. പൾസർ സുനിക്ക് കൊട്ടേഷൻ കൈമാറിയതിന്റെ അഡ്വാൻസായി 10,000 രൂപ നൽകിയ ജോയിസ് പാലസിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ രാവിലെ 11:15 ദിലീപിനെ എത്തിച്ചു. എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പുറത്തിറക്കാനായില്ല. പോലീസ് വാഹനത്തിൽ ഇരുന്ന് തന്നെ തുക കൈമാറ്റം സംബന്ധിച്ച തെളിവെടുപ്പ് പൂർത്തിയാക്കി. 11:30 കുറുപ്പം റോഡിലെ ഗരുഡ ഹോട്ടലിൽ എത്തിച്ച ദിലീപിനെ 800 മുറിയിലെത്തിച്ച തെളിവെടുത്തു. 3 തവണകളിലായി 14 ദിവസങ്ങളിൽ ദിലീപ് ഇവിടെ താമസിച്ചപ്പോൾ പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നോ എന്ന കാര്യമാണ് പോലീസ് ആരാഞ്ഞത്. യുവജന സംഘടനകളുടെയും ജനങ്ങളുടെയും കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലൂടെ 11:55 പോലീസ് വാൻ കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്ബിൽ എത്തിച്ചു. പൾസർ സുനിയെ പരിചയമില്ല എന്ന ദിലീപിന്റെ മൊഴി വാസ്തവ വിരുദ്ധമാണെന്ന് തെളിയിച്ച സെൽഫി ചിത്രങ്ങൾ പുറത്തുവന്നത് ഇവിടെ നിന്നാണ്. ക്ലബ്ബിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വാഹനത്തിനുള്ളിൽ തന്നെ ഇരുത്തി പോലീസ് വിവരങ്ങൾ ദിലീപിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. ജോർജ് ഏട്ടൻ സ്ഫുരം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ കേസിലെ തെളിവായ സെൽഫി ചിത്രങ്ങളെടുത്ത ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദിലീപിനെ ഇറക്കി തെളിവെടുപ്പ് നടത്തി. പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം, കൊട്ടേഷൻ, അഡ്വാൻസ് കൈമാറൽ എന്നിവയ്ക്ക് പുറമെ 3 വർഷമായി ഗൂഢാലോചന നടക്കുന്നു എന്ന കാര്യവും സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളാണ് ഇന്ന് പോലീസിന് ലഭ്യമായത്. തിരികെ ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് പോകുമ്പോഴും വൻ പ്രതിഷേധമാണ് ദിലീപിനെ കൊണ്ടുപോയ വാഹനത്തിനു നേരെ ഉണ്ടായത്. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. നടിയെ ആക്രമിക്കാൻ ഗോവയിൽ വെച്ച് പൾസർ സുനി ആദ്യം പദ്ധതിയിട്ടിരുന്നതായി പോലീസ്. ഹണിബി 2 എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ആക്രമിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ നടി ഗോവയിൽ ഏറെ ദിവസം ഇല്ലാത്തത് പദ്ധതി പാളുകയായിരുന്നു. ഹണിബി 2 എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി നടി ഗോവയിൽ എത്തിയപ്പോഴാണ് ആദ്യം ആക്രമണത്തിന് പദ്ധതിയിട്ടത്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഡ്രൈവറായിരുന്നു സുനി. നടി ഏറെ ദിവസം ഗോവയിൽ ഇല്ലാതിരുന്നത് മൂലം ആക്രമണ പദ്ധതി പാളി. ഈ സമയത്തിനിടയ്ക്ക് സുനിക്ക് സഹായികളെ ഗോവയിൽ എത്തിക്കാനാകാതിരുന്നതും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. ബസ്സിൽ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതിയായതിനാലാണ് 2013 നടന്ന ഗൂഢാലോചന സുനിക്ക് ഉടൻ നടപ്പാക്കാനാകാതിരുന്നതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ 1-ാം പ്രതിയായ സുനി കോയമ്പത്തൂരിലേക്ക് മുങ്ങുകയായിരുന്നു. തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് വീണ്ടും സിനിമാ ചിത്രീകരണങ്ങളുമായി സുനി സഹകരിക്കാൻ ആരംഭിച്ചത്. 2016 നവംബറിൽ തൃശൂർ ജോയ്സ് പാലസ് ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ദിലീപും സുനിയും അവസാനഘട്ട ഗൂഢാലോചന നടത്തുകയും ഈ വർഷം ഫെബ്രുവരിയിൽ നടിയെ ആക്രമിക്കുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിലും തൃശൂരിലുമായി നടത്തിയ തെളിവെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ആലുവ പോലീസ് ക്ലബ്ബിൽ തിരിച്ചെത്തിച്ചു. അന്വേഷണ സംഘം ഇപ്പോൾ ദിലീപിനെ ചോദ്യം ചെയ്യുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുടുക്കിയതാണെന്ന് സഹോദരൻ അനൂപ്. ഇതിനുവേണ്ടി തയ്യാറാക്കിയത് സിനിമാ തിരക്കഥയെ വെല്ലുന്ന സ്ക്രിപ്റ്റാണെന്നും അനൂപ് പ്രതികരിച്ചു. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാളെ അത് നിങ്ങൾ വായിച്ചു നോക്കി അറിയാൻ പറ്റും. നിങ്ങൾ വായിക്കുന്നില്ല, ഒരു തെളിവ് അവരുടെ കയ്യിലില്ല. അതാണ് പറയുന്നത്. ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നത് ദിലീപല്ല, ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന. അത് ഉഗ്രം ഗൂഢാലോചനയാണ്. സ്ക്രിപ്റ്റ് സിനിമയെ വെല്ലുന്ന സ്ക്രിപ്റ്റാണ് നടന്നത്. ആരാണ് എനിക്ക് പറയാൻ കഴിയില്ല. അതിനാണ് ഞാൻ അന്വേഷിക്കണം. ഇനി അതിന്റെ പുറകിലാണ്. അത് വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ അനൂപ്, ഈ ഭൂമി ഇടപാട് സംബന്ധിച്ച് ഒന്നുമില്ല. നിങ്ങൾ കേൾക്കുന്നു പറയുന്നു ഒന്നുമില്ല. ഈ മഞ്ജുവിന്റെയും കാവ്യയുടെയും ബന്ധമാണ് ഇതിന് പ്രശ്നമെന്ന് പറയുന്നു. ഒന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒന്നും പറയാനില്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇത് നമ്മൾ പറയില്ല, നമ്മളെ കേസ് ഇത് വന്നു, ഇത് വെച്ച് ഇത് തെളിഞ്ഞ് ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരും. കുടുംബത്തിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായതായി തോന്നിയിട്ടുണ്ടോ? അതൊന്നും എനിക്ക് അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് കേൾക്കുമ്പോൾ പലരും പ്രതി എന്ന് ചേർച്ചിട്ടുണ്ട്. ആരോപണമാണ്, പ്രതിയല്ല. തെളിവെടുപ്പും കാര്യങ്ങളും കാണുമ്പോൾ ഞാനിതൊന്നും കാണില്ല. കാരണം എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല. കേരളത്തോടൊപ്പം നിൽക്കണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരോടും എല്ലാ മലയാളികളോടും നമ്മുടെ കൂടെ നിൽക്കണം, വിശ്വസിക്കണം. രാംലീല അത് സംബന്ധിച്ചല്ലോ പറഞ്ഞിരുന്നു. റിലീസ് ചെയ്യണമല്ലോ, അവർ കോടികൾ മുടക്കുന്നല്ലേ. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ RV രാമകൃഷ്ണൻ. ഇതിൽ ദിലീപിന്റെ പങ്കും അന്വേഷിക്കണം. ഭൂമി ഇടപാടുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു.
2016 മാർച്ച് 6-നായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കലാഭവൻ മണിയുടെ മരണം. ശരീരത്തിൽ മിഥൈൽ ആൽക്കഹോളിന്റെ അംശം ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കീടനാശിനിയുടെ സാന്നിധ്യം ഉള്ളതായി കണ്ടെത്തി. ചെടിയിൽ കടിക്കുന്ന ഓർഗാനോഫോസ്ഫേറ്റ് വിഭാഗത്തിൽപ്പെട്ട ക്ലോറോഫെരിബേസ് എന്ന കീടനാശിനിയായിരുന്നു അത്. എന്നാൽ മരണകാരണമാകാവുന്ന അളവിൽ മെഥനോൾ മണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. മണിയുടെ മരണത്തിന് 1 വർഷത്തിന് ശേഷവും വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. മണിയുടെ മരണത്തിൽ ദിലീപിനുള്ള പങ്കും അന്വേഷിക്കണമെന്ന് ബൈജു കൊട്ടാരക്കര അടക്കമുള്ള സിനിമാ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിനിടയിലാണ് ദിലീപിന്റെ പങ്കും അന്വേഷിക്കണമെന്ന ആരോപണവുമായി RLV രാമകൃഷ്ണൻ രംഗത്തെത്തിയത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ബൈജു കൊട്ടാരക്കര എന്ന സംവിധായകനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുള്ളത്. അത് രാജാക്കാട് ഏരിയ, മൂന്നാർ ഏരിയയില് ഭൂമി ഇടപാടുകൾ ഉണ്ടെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഈ ബൈജു കൊട്ടാരക്കരയ്ക്ക് ഫോൺ ചെന്നിട്ടുള്ളത്. ഒരിക്കലും സിനിമാ രംഗത്തു നിന്നുള്ള ആരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടില്ല. നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് തന്നെ. കാരണം കുടുംബത്തിലെ നമ്മുടെ ഗൃഹനാഥൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോ അതിനുശേഷം ഉള്ള എല്ലാ കാര്യങ്ങൾക്കും സിനിമാ സംബന്ധിയായിട്ടുള്ള ആളുകൾ ആരും നമുക്ക് സഹായം തന്നിട്ടില്ല. എല്ലാവരും ഒരു മരണ വീട്ടിൽ വന്നു പോകുന്ന പോലെ എല്ലാവരും വന്നു, തുടർന്നുള്ള ദിവസങ്ങളിൽ വന്നു പോയി എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള സഹകരണം ഈ സംഘടനാ ഭാഗത്തു നിന്നോ മറ്റു പേഴ്സണലായിട്ട് ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. പിന്നെ സുഹൃത്തുക്കളായാലും നമ്മൾക്കൊപ്പം നിൽക്കേണ്ടവരാണ്. കാരണം ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നിട്ട് അവര് നമ്മുടെ ഒപ്പം എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു, അത് എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളത് കൂടെ നിന്ന് അന്വേഷിക്കേണ്ടത് ഈ സുഹൃത്തുക്കളായിരുന്നു. അവരാരും തന്നെ നമുക്കൊപ്പം ഉണ്ടായിരുന്നില്ല. രാജാക്കാട്ടെ ഒരു ഡോക്ടർക്കും ഭാര്യയ്ക്കും ഭൂമി ഇടപാടിൽ പങ്കുണ്ടായിരുന്നുവെന്നും രാമകൃഷ്ണൻ ആരോപിക്കുന്നു. മരണസമയത്ത് താരസംഘടനയായ അമ്മ പോലും സഹായത്തിനെത്തിയില്ല എന്നും രാമകൃഷ്ണൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്. ദിലീപ് പൾസർ സുനിക്ക് നൽകിയ ആദ്യ കൊട്ടേഷൻ വൈകാൻ കാരണം സുനിയുടെ മോഷണ കേസ്. 2014 കോട്ടയത്ത് ബസിനുള്ളിൽ വെച്ച് യാത്രക്കാരന്റെ പണം കവർന്ന കേസിൽ 1 വർഷത്തോളം പൾസർ സുനിക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു. ബസിൽ വെച്ച് കുരുമുളക് സ്പ്രേ ചെയ്ത യാത്രക്കാരന്റെ 4 ലക്ഷം രൂപ കവർന്നതായിരുന്നു കേസ്. 2013 നടിയെ ആക്രമിക്കാൻ ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയിരുന്നെങ്കിലും മോഷണ കേസിൽ ഉൾപ്പെട്ട് ജയിലിലായതിനാലാണ് പദ്ധതി 4 വർഷം വൈകിയത്. 2014 കോട്ടയത്ത് ബസ്സിനുള്ളിൽ വെച്ച് യാത്രക്കാരന്റെ പണം കവർന്ന കേസിൽ 1 വർഷത്തോളം പൾസർ സുനിക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു. പാലായ്ക്കടുത്ത് കിടങ്ങൂരിൽ KSRTC ബസ്സിൽ വെച്ച് കുരുമുളക് സ്പ്രേ ചെയ്ത് യാത്രക്കാരന്റെ 4 ലക്ഷം രൂപ കവർന്നതായിരുന്നു കേസ്. പോലീസ് ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. ഇതേ തുടർന്ന് ഏറെ നാൾ സുനി കോയമ്പത്തൂരിൽ ഒളിവിലായിരുന്നു. പിന്നീട് കോടതിയിൽ കീഴടങ്ങേണ്ട സാഹചര്യവും ഉണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട് എല്ലാത്തിൽ നിന്നും 1.5 വർഷത്തോളം സുനിക്ക് മാറി നിൽക്കേണ്ടിയും വന്നു. ഇതാണ് ദിലീപിന്റെ കൊട്ടേഷൻ വൈകാൻ കാരണം. സിനിമാ മേഖലയിൽ സജീവമായി രംഗപ്രവേശം നടത്താൻ വൈകിയതും ഇതു കാരണമാണ്. പിന്നീട് ജോർജ് ഏട്ടൻസ് പൂരം ലൊക്കേഷനിൽ വെച്ച് 2016 കൊട്ടേഷൻ പുതുക്കുന്നത്. തൃശൂരിലെ ടെന്നീസ് ക്ലബ് ലൊക്കേഷനിൽ വെച്ച് കൊട്ടേഷൻ ഉറപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്. മുന്നണി മാറ്റ സൂചനകൾ നൽകി JDU നേതാക്കൾ ഈ വർഷം അവസാനത്തോടെ LDFിലേക്ക് എത്തിയേക്കും. UDFിന്റെ ഭാഗമായതിനു ശേഷം നഷ്ടങ്ങൾ മാത്രമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. UDF വിടണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ നാളുകളായി JDUവിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചു വരികയായിരുന്നു. UDF വിടണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ നാളുകളായി JDUവിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചു വരികയായിരുന്നു. തികച്ചും രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഷേഖ് പി ഹാരിസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നണി മാറ്റം ആവശ്യപ്പെട്ടിരുന്നത്. UDFിന്റെ ഭാഗമായതിനു ശേഷം പാർട്ടിക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂവെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിവിധ തെരഞ്ഞെടുപ്പുകളിൽ JDU സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രവർത്തകർ തിരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചു എന്ന പരാതിയും ഇവർക്കുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ JDU സംസ്ഥാന അധ്യക്ഷൻ MB വീരേന്ദ്രകുമാറിനെ സന്ദർശിച്ചതും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിരുന്നു. ഈ ഘട്ടത്തിലാണ് മുന്നണി മാറ്റ സൂചനകൾ നൽകി ഷേഖ് പി ഹാരിസ് രംഗത്തെത്തിയിരിക്കുന്നത്. വർഗീയതയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് ഷേഖ് പി ഹാരിസ് പറഞ്ഞു. തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനം, വിശിഷ്യ CPM എന്നും ഇന്ത്യയിലെ മതേതര ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണല്ലോ. അപ്പൊ ആ ഇടതുപക്ഷ കക്ഷികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സോഷ്യലിസ്റ്റ് ആശയക്കാരായിട്ടുള്ള പ്രസ്ഥാനങ്ങളും ആശയപരമായി സഖ്യകക്ഷികളായി ആണ്. ആ അർത്ഥത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ വർഷം അവസാനത്തോടെ മുന്നണി മാറ്റം യാഥാർത്ഥ്യമാകുമെന്നാണ് JDU നേതാക്കൾ നൽകുന്ന സൂചന. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ MB വീരേന്ദ്രകുമാർ തയ്യാറായിട്ടില്ല. PV കുട്ടൻ, കോഴിക്കോട്.